അത് ജിസ്റ്റു ചേട്ടനോട് ചോദിച്ചു നോക്കുക. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയായിരുന്നു. ഭയങ്കര ടെൻഷനൊക്കെ ആയിട്ട്. കുഴപ്പമില്ല, ആവറേജ് മൂവി. പ്രാധാന്യമുണ്ടോ? നമ്മുടെ സംവിധായക അഞ്ജലി മേനോൻ പറഞ്ഞ പടങ്ങളിലൊന്നും നായിക അല്ലെങ്കിൽ എന്നെ അതിൽ ദയവ് ചെയ്ത് എനിക്ക് അതിലൊന്നും പറയാനില്ല. നായികയ്ക്ക് പ്രാധാന്യമുള്ള സിനിമ അതിൽ നായികയ്ക്ക് പ്രാധാന്യം ഉണ്ടാവും, നായകന് പ്രാധാന്യമുള്ള നായകനുണ്ടാവും അല്ലേ. സ്ത്രീകളില്ലാത്തൊരു ലോകവും സിനിമയൊന്നും ഉണ്ടാവാൻ പോകില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വയസ്സിലൊന്നും ഞാനില്ല. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല മികച്ച ഒരു പടമായിരുന്നു. ആരും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ആസിഫലിയായിരുന്നു ബിജു മേനോനായിരുന്നു? അല്ല, ബിജു മേനോനെ തന്നെയായിരുന്നു. തലവൻ എങ്ങനെയുണ്ട്? ഉഗ്രം പടം, ഉഗ്രം. റിവ്യൂ അറിഞ്ഞിട്ടാ പോയത്? അതാ കാണാൻ തോന്നുന്നു. റിവ്യൂ കാണുമ്പോൾ കാണാൻ തോന്നുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമ, നല്ല എനിക്ക് അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു ലാഗും ഇല്ലാത്തൊരു സിനിമ. കുറച്ചുകൂടെ ക്യാരക്ടർ അല്ല, ബിജു മേനോൻ ആസിഫലി നല്ല ഒരേപോലെ തന്നെ ആയിരുന്നു. അതെ. നായികമാർക്ക് വലിയ റോളൊന്നും ഇല്ലായിരുന്നു. അനുസരിക്ക് മാത്രമേ റോൾ, മീക്ക് തീരെ റോളില്ലായിരുന്നു, ഡയലോഗ് പോലും ഇല്ലായിരുന്നു. ഫീൽ ഗുഡ് മൂവിയുടെ ആളാണല്ലോ. അതെ. കൊള്ളാം. ആസിഫ് അലിയുടെ ഇത്രയും ദിവസങ്ങൾ ഒരുമാതിരി വൃത്തിയുടെ വലിയ ഇല്ലാത്ത പടമായിരുന്നു. പക്ഷെ ഇത് ശരിക്കും കിടില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു പടമാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടൈം നമുക്കൊരു എപ്പോഴും ഒരു എന്താണ് അടുത്ത് വരുന്നതെന്നുള്ളൊരു ഇതൊന്നും തോന്നിയിട്ടില്ല. എങ്ങനെയുണ്ട്? അവസാനം വരെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഭയങ്കര ഒരു ത്രില്ലർ സിനിമ. നല്ല രസമുള്ള സിനിമയാണ്. തുടക്കം തൊട്ട് അവസാനം വരെ നമുക്ക് സെക്കൻഡ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ നിർത്തിയിരിക്കുന്നത്. വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്കുണ്ട്. അതെന്തുമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്നും അനുമാനിക്കാനില്ലല്ലോ. എൻ്റെ അകത്ത് നമ്മൾ തന്നെ ഒരു പുതിയ കഥകളും കൊണ്ടായിരിക്കും വീട്ടിൽ പോകുന്നത്. സോ അതിൽ എന്തുമായിരിക്കും വരാൻ പോകുന്നത്, നമുക്ക് സെക്കൻഡ് പാർട്ടിന് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് പാർട്ട് ആണ്, പക്ഷേ ക്ലൈമാക്സ് അത്ര ഗംഭീരമല്ലായിരുന്നു. അല്ലല്ലേ, സെക്കൻഡ് പാർട്ട് വരുമോ? വരുമെന്നാണ് അതിൽ അവസാനം കാണിക്കുന്നത്. പക്ഷേ ഇതൊരു ജിസ്ജോയ്ക്ക് ഈ ജേണർ അത്ര നന്നായിട്ട് തോന്നുന്നില്ല. ഫീൽഡ് പടങ്ങൾ അടിപൊളിയായിരുന്നു. നല്ല ആക്ടിങ് ആയിരുന്നു. നല്ല എല്ലാവരുടെ ആക്ടിങ് ഒക്കെ കൊള്ളായിരുന്നു. നോട്ട് ആവറേജ് മൂവി, അത്ര ഇതില്ല, ബട്ട് ആവറേജ്. മേക്കിംഗ് ഒക്കെ ഓക്കെയാണ്, പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് കൊണ്ടുവരായിരുന്നു. ആസിഫിക്കയുടെ ഒരു ഹിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല പെർഫോമൻസ്. ബീച്ചായിട്ട് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഫീൽ ഗുഡ് മൂവിയുടെ ആളാണല്ലോ ജിസ്റ്റോയ്. ഒരു ത്രില്ലറിലോട്ട് മാറിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഒരു മേക്കിംഗ് ഒക്കെ പുള്ളിയുടെ? കൊള്ളായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. നല്ല സിനിമ. എന്താ പറയാനുള്ളത്? ബോറടിച്ചില്ല സത്യം പറഞ്ഞാൽ. ത്രില്ലിംഗ്. രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണ്. രണ്ടുപേരും നന്നായിട്ട്. നായകന്മാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അനുശ്രീയും മിയ ജോർജ്. നല്ല സിനിമയായിരുന്നു. അതെ, തീർച്ചയായിട്ടും അടിപൊളിയായിരുന്നു. അവർ ഇതിനു മുമ്പ് 2-3 സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. നല്ലൊരു കോംബോ ആണ്. ഭയങ്കര ട്വിസ്റ്റ് ഒക്കെയാണ് അവസാനം കൊണ്ട് രീതിയിലുള്ള ട്വിസ്റ്റാണ്. പക്ഷേ എൻഡിങ് കൊണ്ട് അവർ ഇനിയും സീൻ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് വരാൻ ചാൻസ് ഉണ്ട് കൂടുതൽ. താങ്ക് യു. നല്ല പടം, അടിപൊളി പടം. നല്ല കോമ്പോ, നല്ല പോലീസ് സ്പെഷ്യൽ. നല്ല പടം. ആസിഫ് അലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലി നന്നായിട്ട്. പുള്ളിയുടെ ഒരു കംബാക്ക് എന്ന് പറയാം. എന്തായാലും അയാളെ കൊണ്ട് നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പോലീസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അനുശ്രീയും മിയ ജോർജൊക്കെ നന്നായിരുന്നു. അതെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. കോംബോ വർക്കൗട്ടായി, പക്ഷേ അത്ര ഇൻട്രസ്റ്റഡ് അല്ല. എബോ ആവറേജ്. സ്പൂൺ ഫീഡ് ചെയ്യുന്ന കഥയാണ് ആക്ച്വലി. അങ്ങനെ ഒരാളിങ്ങനെ സ്റ്റോറി പറഞ്ഞിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതെ, ലാഗല്ല, നോട്ട് മൈ ടേസ്റ്റ്. രണ്ടുപേരും ഈക്വൽ ആയിട്ട് ഭയങ്കര നന്നായിട്ട് നല്ല. അഫ്കോഴ്സ് ലാഗേ ഇല്ലായിരുന്നു. ഭയങ്കര ടെൻഷനാണ്. അതെ, ഭയങ്കര അടിപൊളി. നൈസ്. രണ്ടുപേരും കൊള്ളാം. എല്ലാരും പൊളി. ഒട്ടും ലാഗൊന്നും അടിച്ചില്ല. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് ട്വിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അല്ല, അങ്ങനെ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധനമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ.
തലവനാണോ കണ്ടേ? അതെ. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പടം. ബിജുമേനോൻ ആസിഫലിയായിട്ടുള്ള കോംബോ ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. അടിപൊളിയായിട്ടുണ്ട്. നായകന്മാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അനുശ്രീയും മിയയൊക്കെ ഇതെങ്ങനെയാണ് നമ്മൾ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമയാണ്. ടെൻഷൻ അടിച്ച് എങ്ങനെയാണ് സിനിമ? ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടത്? ആസിഫലിയാണോ ബിജുമേനോനാണോ? അത് രണ്ടുപേരും എല്ലാവരും ഇങ്ങനെ അവസാനം വരെ ടെൻഷൻ അടിപ്പിച്ചുള്ള സിനിമയായിരുന്നു. ഭയങ്കര ഒരു സ്ട്രീറ്റ് എഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയാം. ഇഷ്ടമായി പടം? ഇഷ്ടമായി. രണ്ടുപേരും എങ്ങനെയുണ്ട്? ആസിഫലിയാണോ ആസിഫലി കുറച്ചുകൂടെ നന്നായിട്ടുണ്ട്. ഇതിൽ പലരും പറഞ്ഞു പുള്ളിയുടെ ഒരു നല്ലൊരു കംബാക്ക് ആണ്. നായകന്മാരൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. തലവനായിരുന്നോ? എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. നല്ല സ്റ്റോറി. ബിജുമേനോൻ ആസിഫലിയായിട്ടുള്ള ഒരു വെറൈറ്റി കോംബോ ആയിരുന്നു. ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടതില്ലേ? ഇഷ്ടപ്പെട്ടില്ല. സ്റ്റോറിയാണ് നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. നായകന്മാരൊക്കെ എങ്ങനെയുണ്ട്? അനുശ്രീയും മിയ ജോർജൊക്കെ നല്ല ആക്ടിങ് ആണ്. ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് വെറുതെ ഒരു നായിക ഇമ്പോർട്ടൻസ് അങ്ങനെ പറയത്തക്ക ഒരു എന്നാലും ഓവറോൾ സ്റ്റോറി അടിപൊളിയായിരുന്നു. സിനിമ നല്ല ട്വിസ്റ്റും എന്റർടൈനിങ് ഒക്കെ ആയിരുന്നു. ഭയങ്കരമായിട്ട് ടെൻഷൻ. ക്ലൈമാക്സ് അതെ പിടിച്ചിരുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ഡയറക്ടർ ഒരു ഫീൽ ഗുഡ് മൂവിയുടെ ആളാണല്ലോ. അപ്പോൾ ത്രില്ലറിലോട്ട് മാറിയപ്പോൾ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് തന്നെ ചെയ്തു. ഒരു വെറൈറ്റി മൂവിയായിരുന്നു. അതെ. എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. നല്ല പടം. ബിജുമേനോൻ ആസിഫലി കോംബോ എങ്ങനെയുണ്ട്? വർക്കൗട്ട് ആയിരുന്നു? നല്ല കോംബോ ആയിരുന്നു. നായകന്മാർക്ക് പ്രാധാന്യമൊക്കെ ഉണ്ടായിരുന്നു. അനുശ്രീയും മിയ ജോർജ് എല്ലാവർക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. നമ്മൾ അവസാനം വരെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ. നല്ല ത്രില്ലർ മൂവി ആയിരുന്നു. അതെ. എങ്ങനെയുണ്ടായിരുന്നു? ബിജുമേനോൻ ആസിഫലി എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ട് കൂടുതൽ ആരെ ഇഷ്ടപ്പെട്ടത്? ബിജുമേനോൻ ആസിഫലി എങ്ങനെയുണ്ട്? പലരും പറഞ്ഞു നന്നായിട്ട്. നല്ല കുഴപ്പമില്ല, കൊള്ളാം. രണ്ടുപേരും ഒരേപോലെ അടിപൊളിയായിരുന്നു. തലവൻ എങ്ങനെയുണ്ട്? തലവൻ എങ്ങനെയുണ്ട്? അടിപൊളി ഇങ്ങനെ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു സിനിമ. അതെ, ത്രില്ലറാണ്. അടിപൊളി സിനിമ. എങ്ങനെയുണ്ട്? തലവൻ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല, കൊള്ളാം. അടിപൊളി നല്ല പടം. ഇത്രയും ദിവസങ്ങൾ ഫ്ലോപ്പ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന പടം ഒരു നല്ലൊരു കമ്പാക്ക് ആയിട്ടാണ് വന്നത്. ശരിക്കും അടിപൊളി. തലവനായിരുന്നു കണ്ടേ? എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. ബിജുമേനോൻ ആസിഫലി കോംബോ എങ്ങനെയുണ്ടായിരുന്നു? വർക്കൗട്ടായിരുന്നു? കുഴപ്പമില്ല. നായകന്മാരൊക്കെ എങ്ങനെയുണ്ട്? പ്രശ്നമില്ല. കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി, കുഴപ്പമില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അവസാനം നല്ല ഇൻവെസ്റ്റിഗേഷൻ, നല്ല എന്താ പറയുക, എൻഗേജ്ഡ് ആയിട്ട് കൊണ്ടുപോകുന്നു. തലവനായിരുന്നു. നല്ല സിനിമ. എങ്ങനെ ആസിഫലി എങ്ങനെയുണ്ട്? നല്ല സൂപ്പറായിരുന്നു. ആസിഫലി എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. നായകന്മാരൊക്കെ എങ്ങനെയുണ്ട്? അനുശ്രീയും മിയ ജോർജ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല, നോർമൽ. എങ്ങനെയുണ്ട്? സിനിമ എങ്ങനെയുണ്ട്? അടിപൊളി.